ഇത് രാമകഥ ഭാഗം 16. രാമായണ കാവ്യത്തിലൂടെ കടന്നുപോകുന്ന ഏതൊരാളിൻ്റെയും ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന കഥാപാത്രമാണ് ഹനുമാൻ. അഞ്ജന എന്ന വാനര സ്ത്രീക്ക് ശിവചൈതന്യത്തിൽ പിറന്ന വാനര ശിശുവിന് ദേവകൾ ഹനുമാൻ എന്ന് നാമകരണം ചെയ്യുകയായിരുന്നു. അത്യന്തം ഭക്തനായി ബ്രഹ്മമുള്ള കാലമത്രയും വാഴാൻ ദേവന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച് ചിരഞ്ജീവിയായ കഥാപാത്രം. സകല വിദ്യകളിലും ശാസ്ത്രങ്ങളിലും അതിനിപുണനായ ഹനുമാൻ വ്യാകരണത്തിലും സംഗീതത്തിലും അദ്വിതീയനാണ്. ഹനുമാന്റെ പാണ്ഡിത്യം, ഉച്ചാരണശുദ്ധി, പ്രഭാഷണവശ്യത, വിനയം എന്നിവയെല്ലാമാണ് രാമനെ ആകർഷിക്കുന്നത്. ദക്ഷിണവാരിധി തീരത്ത് സീതാന്വേഷണം അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ 100 യോജന സമുദ്രത്തെ നിഷ്പ്രയാസം ചാടിക്കടന്ന് ലങ്കയിലെത്തിയ ഹനുമാൻ രാമന്റെ ജീവിതത്തിലെയും രാമായണ കഥയിലെയും മഹാപ്രതിസന്ധി ഘട്ടത്തെ തകർത്തെറിയുന്നു. രാമരാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗമേറ്റ് നിലംപതിച്ച ലക്ഷ്മണ സുഗ്രീവാദികളെ ഉണർത്തി ഊർജ്ജസ്വലരാക്കാൻ മൃതസഞ്ജീവനി തേടിപ്പോയതും ഒരു കൊടുമുടി തന്നെ ഇളക്കിയെടുത്തു കൊണ്ടുവന്ന് അവർക്ക് പുതുജീവൻ നൽകിയതും ഹനുമാനാണ്. സുഗ്രീവന്റെ സഹചാരിയായി കഴിഞ്ഞുകൊള്ളാമെന്ന് ഗുരുവായ സൂര്യന് നൽകിയ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കുന്നതിൽ സദാ ജാഗരൂകനാണ് ഹനുമാൻ. ശ്രീരാമൻ സമ്മാനിച്ച അമൂല്യമായ രക്തമാല ഹനുമാന് ചാർത്തിക്കൊടുക്കാൻ സീതയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഹനുമാനിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ ഭക്തിയും സ്നേഹവുമാണ് സീതയെ അതിന് പ്രേരിപ്പിക്കുന്നത്. സീത സമ്മാനിച്ച മാല ധരിച്ച് ആനന്ദബാഷ്പങ്ങൾ അണിഞ്ഞു നിന്ന ഹനുമാന് എന്ത് വരമാണ് വേണ്ടതെന്ന് ശ്രീരാമൻ ചോദിക്കുമ്പോൾ അങ്ങയുടെ നാമം ഉയരുന്നിടത്തെല്ലാം കേൾവിക്കാരനായി എത്താൻ അനുഗ്രഹിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. സ്വന്തമായി ഒന്നും ആഗ്രഹിക്കാതെ സേവനപാതയിൽ സദാ ഉണർന്നിരിക്കുന്ന ഹനുമാൻ ആധുനിക മനുഷ്യന് വലിയൊരു മാതൃകയാണ്. വളരെ കുറച്ചു മാത്രം സംസാരിക്കുക, കർമ്മനിരതനായിരിക്കുക, ബുദ്ധിപരമായി മാത്രം പ്രവർത്തിക്കുക, തൻ്റെ കർമ്മം ഒരിക്കലും മറ്റൊരാൾക്ക് ഒരു തരത്തിലും പ്രയാസമുണ്ടാക്കുന്ന ഒന്നാകാൻ പാടില്ലെന്ന നിർബന്ധ ബുദ്ധിയുണ്ടായിരിക്കുക. പ്രതിസന്ധികളിൽ ബുദ്ധി കൊണ്ട് നേരിടേണ്ടവയെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ട് നേരിടേണ്ടവയെ ശക്തി കൊണ്ടും നേരിടുക. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇങ്ങനെ ഹനുമാൻ എന്ന കഥാപാത്രം നൂറ്റാണ്ടുകളായി നമ്മെ പലതും പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.